പ്രൈസ് ദി ലോർഡ്. മത്തായി 10:43 കർത്താവ് യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായ എന്നൊരു കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെയിരിക്കുന്നത് കണ്ടു. അവൻ നസ്രയനായ യേശു എന്ന് കേട്ടിട്ട്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമെന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു. ഇങ്ങനെ നമ്മളോടും പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്തിനാ ഈ ഒച്ചത്തിൽ നിലവിളിക്കുന്നേ, ഉറക്കെ കൈയടിച്ച് പാട്ട് പാടുന്നേ, വലിയ ശബ്ദത്തിൽ ആരാധിക്കുന്നതെന്നൊക്കെ. പെതിയെ പ്രാർത്ഥിച്ചാലും പെതിയെ നിലവിളിച്ചാലും കർത്താവ് കേൾക്കത്തില്ലയോ എന്ന് ചോദിക്കാറുണ്ടാവും. ഇങ്ങനെ ലോകം നമ്മളെ മിണ്ടാതാക്കാൻ പലപ്പോഴും ശ്രമിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ നിലവിളിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ടെന്നും നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് നിൽക്കണമെന്നും പ്രവർത്തിക്കണമെന്നുമുള്ളത് നമ്മുടെ മാത്രം ആവശ്യകതയാണെന്നും നമ്മൾ ഓർക്കണം. ഈ 2 തിരിച്ചറിവ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ രാക്കാലങ്ങളിലും വ്യാമാരംഭത്തിലൊക്കെ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ചോണം. ഗോഡ് ബ്ലെസ് യു ഓൾ.